ഇന്ന് നമുക്ക് ഇതുപോലുള്ള പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ടുള്ള, അതായത് എലാസ്റ്റിക് വെച്ചിട്ടുള്ള പഫും അതുപോലെ ബാക്കിൽ ഇതുപോലെ ഒരു ഓപ്പൺ ഒക്കെ കൊടുത്തിട്ടുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കിയാലോ. ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയലാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പരാഗ് പോയിട്ട് വെട്ടിയെടുത്ത റണ്ണിങ് മെറ്റീരിയലാണ് ഇതൊരു കോളേജിലേക്കുള്ള ഫംഗ്ഷൻ ഡ്രസ് കോഡായിരുന്നു. അപ്പോൾ ഈ ഒരു ഫാബ്രിക് നമ്മൾ കയ്യിൽ ഒതുങ്ങാത്തൊരു കൈൻഡ് ഓഫ് ഫാബ്രിക്കാണ്. ഇങ്ങനെ ഇളകി ഇളകി വഴുകി പോകുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ലൈനിങ് കോട്ടൺ ആണ് ചൂസ് ചെയ്തത്, ക്രീപ്പല്ല കോട്ടൺ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ വീതി 40 ഇഞ്ചാണ് വരുന്നത്. അതിനെ നേരെ നടുവിലോട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് ഒരു 1/2 മീറ്റർ മാത്രം നമ്മൾ ലൈനിങ് വെട്ടിയെടുക്കുക. ഓക്കെ, ഒരു 1/2 മീറ്റർ ലൈനിങ്ങേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. കാരണം അത്യാവശ്യം സ്കിന്നി ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളിപ്പോൾ 1 മീറ്റർ ലൈനിങ് ആണെങ്കിൽ മുറിച്ച് വാങ്ങുകയാണെങ്കിൽ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തിരി വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും ഇത് വളരെ സ്കിന്നി ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് 1/2 മീറ്റർ ലൈനിങ്ങേ വേണ്ടൂ. അതിനെ നടുവിലൂടെ മടക്കിയിട്ടാണല്ലോ എടുത്തത്. അപ്പോൾ അതിനെ 2 പീസാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ആ 1/2 മീറ്ററിനെ 2ആക്കി സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഭാഗം ഫ്രണ്ടിൽ വേണ്ടിയിട്ടും ഒരു ഭാഗം ബാക്കിൽ വേണ്ടിയിട്ടും നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യാം, ഇതിൽ ഒരു പീസ് മാത്രം എടുത്ത് മാറ്റി വെക്കുക. അതിൻ്റെ അകത്ത് വേണം നമുക്ക് ആദ്യത്തെ മെഷർമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതായത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. കാരണം ബ്ലൗസ് അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ 2 എണ്ണം, അതായത് 1/2 മീറ്റർ വെട്ടിയിട്ട് അതിനെ നേരെ പകുതിയാക്കിയല്ലോ, അതിനെ വീണ്ടും ഒന്ന് പകുതിയാക്കിയിട്ട് 2 പീസ് എടുത്ത് വെച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പീസ് മാത്രമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് നമ്മളൊരു 3.25 ഇഞ്ചാണ് നെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ഷോൾഡർ എന്ന് പറയുന്നത് ഒരു 6.25 ഇഞ്ചിൻ്റെ, അതായത് 3.25 കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച്, അപ്പോൾ മൊത്തത്തിൽ 6.25 വരും. അപ്പോൾ 6.25 ഇഞ്ചായിട്ട് നമ്മൾ ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു 6 ഇഞ്ചിൽ ആം ഹോൾ ലെങ്ത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 6 ഇഞ്ചിൽ നമ്മൾ താഴേലേക്ക് ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത്തും കൂടെയും കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തേക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4ൽ 1 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഞങ്ങളിവിടെ കൊടുത്തത് ഒരു 8 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വിത്തൗട്ട് തയ്യൽ തുമ്പ് 8 ഇഞ്ച് പ്ലസ് ഒരു 2 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് അളവ് 32 32. അതുകൊണ്ടാണ് നമ്മൾ ആ 8 ഇഞ്ച് കൊടുത്തത്. നിങ്ങളുടെ എത്രയാണോ അതിൻ്റെ 4ൽ 1 നമ്മൾ കൊടുക്കണേ. ഇനി എന്ത് ചെയ്യുക, ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ ജോയിൻ ചെയ്ത് ആം ഹോളിൻ്റെതും ചെസ്റ്റിൻ്റെതും ആ ഒരു ജോയിൻറ്റിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ താഴേക്ക് ആം ഹോൾ ലെങ്ത് 6 ആണല്ലോ എടുത്തത്, 6ൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 3 പോയിൻറ്റ്സ്, അതായത് ആ 3 ഇഞ്ചിൻ്റെ പോയിൻറ്റും ആ ഒരു കോൺ പോലത്തെ സ്ഥലമില്ലേ അവിടുന്ന് മാർക്ക് ചെയ്ത് 1 ഇഞ്ചും പിന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റും, തയ്യൽ തുമ്പല്ല ചെസ്റ്റിൻ്റെ ഒറിജിനൽ മാർക്കിങ്, അതായത് ചെസ്റ്റിൻ്റെ 4ൽ 1 ഇത് 3 കൂട്ടി വെച്ചിട്ട് ഒരു കർവ് വരക്കുക. ഇതാണ് നമ്മുടെ ആം ഹോൾ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ 4ൽ 1 അറിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മെഷർമെൻറ്റ് ടാപ്പിലെടുക്കുക, ടാപ്പിന് നടുവിലോട്ട് മടക്കുക, വീണ്ടും 1 നടുവിലോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 4ൽ 1 കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്ക് നെക്ക് കൊടുക്കാം. അപ്പോൾ 3.25 ഇഞ്ച് നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴേലേക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ബോക്സ് കിട്ടുമല്ലോ, ആ ഒരു ബോക്സിനെ അവിടെ ബോക്സ് ആക്കി തന്നെ വെച്ചേക്കുക. എന്നിട്ട് വേണം നമുക്ക് താഴെയുള്ള ബാക്കിലുള്ള ഒരു ഓപ്പൺ ഉണ്ടല്ലോ, അത് ട്രയാങ്കിൾ അല്ല, 2 വശം ട്രയാങ്കിൾ പോലെ താഴത്തെ വശം ഒരു കർവ്, ആ ഒരു ഓപ്പൺ നമുക്ക് കൊടുക്കണം. അപ്പോൾ അത് എത്ര താഴെയാണോ നിങ്ങൾക്ക് ഓപ്പൺ വേണ്ടതെന്ന് നോക്കുക. ഓക്കെ, നമ്മൾ ആദ്യം ഒരു 7 ഇഞ്ച് എടുത്തെങ്കിലും പിന്നെ 6 ഇഞ്ച് വരെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ 7 ഇഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ 6 ഇഞ്ചാണ് ആദ്യം കൊടുത്തത്. ഓക്കെ, നെക്കിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് നമ്മളവിടെ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആ ഒരു ഓപ്പൺ ഇതുണ്ടല്ലോ, ആ ഒരു ഷേപ്പില്ലേ, അത് ഈ 6 ഇഞ്ച് ആ ഒരു ലെങ്ത്തിലാണ് വരുന്നുണ്ടാവുക. എന്നിട്ട് താഴെ നമ്മളൊരു 7-7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴത്തെ ആ ഒരു ക്ലോസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൈഡായിട്ട് ബാക്ക് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6 കൊടുത്തെടുത്ത് 7 കൊടുക്കാം, 7.5 കൊടുത്തെടുത്ത് 8 കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കോണിൽ, അതായത് കോണിൽ നിന്ന് തുടങ്ങാണ്ട് കോണിൻ്റെ ഇപ്പുറം ഇച്ചിരി ഗ്യാപ്പിട്ട് തുടങ്ങുന്നതായിരിക്കും നമുക്ക് തയ്ക്കാൻ എളുപ്പം. ഓക്കെ, കോണിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തയ്ക്കുമ്പോൾ 2 പീസ് ആകുമ്പോൾ നമുക്ക് കുറച്ചാൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അവിടെ ഒരു 4 ഇഞ്ച് കടത്തിയിട്ട്, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആ മേലത്തെ ഒരു പോയിൻ്റ് കണ്ടോ, ആ മേലത്തെ ബോക്സ് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് കടത്തിയിട്ട് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വളച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴേലേക്കുള്ള പോയിന്റിലേക്കും ഒരു ലൈന് വരച്ചു കൊടുക്കുക. സോറി, നേരത്തെ വളക്കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് താഴത്തെ ലൈന് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഒന്നിങ്ങനെ ആ ഒരു ഷേപ്പിലേക്കാക്കി മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മേലെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വേണ്ട വളച്ചിട്ട് വേണം എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് വളച്ചിട്ടും കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ ഈ ഒരു ഷേപ്പിലാണ് ഓപ്പൺ ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡും വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 13 ഇഞ്ചിൽ നമ്മൾ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ലൈനിങ്ങിലാണ് മെയിനായിട്ടുള്ള എല്ലാ അളവുകളും കൊടുക്കുന്നത്. മെയിൻ ഫാബ്രിക് ഇതിനനുസരിച്ച് വിട്ടെടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ.
അപ്പോൾ ഒരു 13 ഇഞ്ചിൻ്റെ അകത്ത് നമ്മളിങ്ങനെ മാർക്കിങ് കൊടുക്കുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് താഴേക്ക് നമുക്ക് മടക്കി തയ്ക്കണം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 14 ഇഞ്ച് നമ്മൾ അതും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ 13 ഇഞ്ചും 14 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്കെയിലോ മറ്റോ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു 2 ലൈൻസിനെയും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ താഴത്തെ 14 ഇഞ്ച് അത് ഓൾറെഡി ആദ്യം കൊടുത്തു. പിന്നെ മേലത്തെ ആ ഒരു ലൈനെ നമ്മളൊന്ന് നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ആ മേലത്തെ ലൈനിൻ്റെ അകത്ത് നമുക്ക് ചെസ്റ്റ് അളവ് കൊടുക്കണം. അപ്പോൾ വേസ്റ്റ് അളവ് കൊടുക്കണം. വേസ്റ്റ് അളവ് നമ്മളൊരു 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, 6.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് 26 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ 4/1 നമ്മൾ 6.5 കൊടുത്തു. ടാപ്പ് മടക്കി കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അതായത് നിങ്ങൾക്ക് 4/1 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ടാപ്പിനെ മൊത്തത്തിൽ അളവെടുത്തിട്ട് അതിനെന്ത് ചെയ്യാം, നടുവിലൂടെ മടക്കുക, കിട്ടിയതിന് വീണ്ടും നടുവിലൂടെ മടക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്ന അളവായിരിക്കും. പിന്നെ വേസ്റ്റ് പോർഷൻ്റെ അവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 തയ്യൽ തുമ്പും ജോയിൻ ചെയ്ത് കൊടുത്തു. മെയിനായിട്ടുള്ള അളവ് 2ഉം അതും ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി മേലെ നമ്മൾ റൗണ്ട് നെക്കിൽ നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് അവിടെ ഒരു റൗണ്ട് നെക്കും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ അറ്റത്തത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് 2 സെപ്പറേറ്റ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് തയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ 2ഉം സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ തയ്ക്കാൻ കുറച്ച് കടുപ്പായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് സെപ്പറേറ്റ് ആക്കാണ്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ടാണ് ആ ഒരു 2 നെക്കിൻ്റെയും ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആം ഹോൾ വെട്ടിയെടുത്തു. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് മുതൽ ആ ഷേപ്പ് വരെയുള്ള ആ ഒരു പോർഷനില്ലേ, ആ ഒരു പോർഷനും നമ്മൾ വെട്ടിയെടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ താഴെയുള്ളത്, ആ ഒരു ലെങ്ത്തും നമ്മൾ കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിലെ കൂടെ തന്നെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ ഈ ചില ടൈലറിംഗ് ഒക്കെ പഠിച്ച ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ നല്ല ചെയ്യുന്നുണ്ടാവും, അവർക്ക് ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഒരാൾക്ക് എങ്ങനെ ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. തെറ്റുകൾ ഉണ്ടാവും എന്നറിയാം, എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങളെ തെറ്റുകൾ തിരുത്തുന്നതായിരിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തങ്ങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് മൊത്തം ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ബാക്കിൽ ആ ഒരു നെക്ക് നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. കറക്റ്റ് ആ ഒരു വരച്ച അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ബാക്ക് സൈഡ് വെട്ടിയെടുത്താൽ ഇതുപോലെ കിട്ടും. ഈ ഒരു ഓപ്പൺ ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് കണ്ടോ, ഞാനതോടെ കട്ട് ഒരു 4 ഇഞ്ച് വിട്ടത് കൊണ്ട് ഈ ഒരു പോയിന്റ് നമുക്ക് സെപ്പറേറ്റ് ആവാണ്ട് തന്നെ കിട്ടി. അപ്പോൾ അത് നമുക്ക് അവസാനം കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവേ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പരിപാടി ഇതാ മൊത്തത്തിൽ ബാക്ക് നെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട് നെക്ക് വെട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള പീസിൻ്റെ അകത്ത് ഈ ഒരു പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ആ ലെങ്ത്തും അതുപോലെ ആം ഹോളും അതൊക്കെ നമുക്ക് സെയിം ആയിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ ആ ലെങ്ത്തും അതുപോലെ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് ഡിഫറെൻ്റ് ആണ്, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്കിതിൻ്റെ ആം ഹോൾ ഉണ്ടല്ലോ, ആ ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഇച്ചിരി തുണി അധികം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ തുണി അത്ര എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇച്ചിരി എക്സ്ട്രാ വരുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതായത് നമ്മൾ നോർമലായിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഫ്രണ്ട് പാർട്ടിൽ അങ്ങനെ എടുക്കണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ആം ഹോൾ ആദ്യം വെട്ടിയെടുത്തു. നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3.25 ഇഞ്ചായിരുന്നു നമ്മൾ ഫ്രണ്ടിൽ നേരത്തെ മാർക്ക് ചെയ്തത്. അതേ അളവ് തന്നെ ഇവിടെ ബാക്കിൽ കൊടുത്ത് അതേ നെക്കളവ് തന്നെ ഫ്രണ്ടിലും കൊടുക്കണം. അത് കഴിഞ്ഞ് നെക്ക് നമുക്ക് മാർക്ക് ചെയ്യണം. താഴേലേക്കുള്ള ലെങ്ത്ത് ഉണ്ടല്ലോ, അത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താഴേലേക്കുള്ള ആ ഒരു ലെങ്ത്ത് നമ്മളൊരു 3.5 ഇഞ്ച് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേലേക്ക് ഒരു 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതായത് നമ്മളൊരു സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലത്തെ നെക്കാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് മൊത്തത്തിലൊന്ന് നോക്കുക. ഞങ്ങളൊരു 6 ഇഞ്ച് 5-6 ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് വേണോ അത് കൊടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ 3.5, അവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ചെറിയൊരു കർവാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കർവാക്കി എടുക്കാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ വെച്ച് കൊടുക്കുമല്ലോ, എന്നിട്ട് ആ ഒരു സെൻറ്ററിൽ നമ്മളൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിനെ എടുത്തിട്ട് 2 പോയിന്റിലേക്കും, അതായത് നമ്മൾ ഒരു മടക്ക് വന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ മേലത്തെ ആ ഒരു ജോയിൻറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഷേപ്പ് നമുക്ക് കിട്ടും. അല്ല ഡയറക്റ്റ് നമ്മളിങ്ങനെ കർവ് വരച്ചെടുത്താൽ ചിലപ്പോൾ അത് തെറ്റാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഷേപ്പ് നെക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസിലാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ആ ഒരു മെഷർമെൻറ്റും അളവും കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ ഇത് തന്നെ നമുക്ക് വെട്ടിയെടുക്കണം. നിങ്ങളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ക്യാൻവാസിൽ ചെയ്താലും മതിയാവും. ഓക്കെ, പിന്നെ നമ്മൾക്ക് ആ ഒരു ചെസ്റ്റ് അളവുണ്ട്, ഷേപ്പൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ നമ്മൾ വേസ്റ്റ് ഒരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് അപ്പുറത്ത് ഏകദേശം ഒരു 2 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. അത് അവിടെ കിടന്നോട്ടെ. നമുക്ക് നമ്മൾ ആ കട്ട് വരുന്ന സമയത്ത് അതങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത അവിടെ നിന്ന് മേലത്തേക്കുള്ള ചെസ്റ്റിൻ്റെ ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പിലേക്ക് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്ത ഷേപ്പ് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ പ്രിൻസസ് കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ അവിടെ ടാപ്പ് വെച്ചിട്ട് ഒരു 5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5 ഇഞ്ച് മാർക്കിട്ട് കൊടുത്തു. പിന്നെ ബസ്റ്റ് പോയിൻ്റായിട്ട് ഒരു 10 ഇഞ്ച്, അതായത് നമ്മുടെ നിപ്പിൾസൊക്കെ വരുന്നുണ്ടല്ലോ, ആ ഒരു പോയിൻ്റ് എവിടെയാണ് നമ്മൾ ഷോൾഡറിൽ വെച്ചിട്ട് താഴേക്കുള്ള ലെങ്ത് നോക്കുക. അപ്പോൾ അത് ഞങ്ങൾക്ക് 10 ഇഞ്ചായിരുന്നു. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇതും തമ്മിലെ ഡിസ്റ്റൻസ്, അതായത് 2 ബസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പകുതി എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ 6 ഇഞ്ചായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച്. അപ്പോൾ ഈ 10 ഇഞ്ചും 3 ഇഞ്ചും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെയാണ് നമ്മൾ ഈ പ്രിൻസസിൻ്റെ കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ മേലെ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴെ നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് നീട്ടി വരക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ കട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റൈറ്റ് സൈഡിലായിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു നമ്മളെ പ്രിൻസസ് കട്ടിൻ്റെ ഒരു ഷേപ്പ് ഇല്ലേ, ആ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. ഞങ്ങളിവിടെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പിടുത്തമില്ല എന്നാണെങ്കിൽ ഞാൻ വഴി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മാർക്ക് ചെയ്ത 5 ഇഞ്ച് ഉണ്ടല്ലോ, ആ 5 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുത്തു. ഒരു ചെറിയ കർവ് പോലെയാണ് വേണ്ടത്. അത് നമ്മൾ വരച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മളത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ആ ഡോട്ടഡ് ലൈൻസിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഷേപ്പ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മേലത്തത്. ഇനി താഴെയാണ് നമുക്ക് ലൈന് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആ മേലത്തെ പോയിൻ്റ് ഉണ്ടല്ലോ 10 ഇഞ്ചും 3 ഇഞ്ചും കൂട്ടി വെച്ച് അവിടെ നിന്ന് താഴേക്ക് റൈറ്റ് സൈഡിൽ കൊടുത്ത പോയിൻ്റ് ഇല്ലേ, അവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ ഒന്നിങ്ങനെ നമ്മളിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് ഷേപ്പാക്കി വരച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കും. ഇത് അത്യാവശ്യം കട്ടിയിൽ വരച്ചോളൂ, കാരണം നമുക്ക് അപ്പുറത്തെ സൈഡിലും നമുക്കിതെന്ത് ചെയ്യണം, നമുക്കിതിങ്ങനെ എന്താ പറയണ്ടേ, ട്രേസ് എടുക്കുന്നത് പോലെ അപ്പുറത്തെ സൈഡിലേക്ക് ഇതേ മെഷർമെൻറ്റിനെ നമുക്കൊന്ന് പതിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കട്ടി തന്നെ വരയുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ 3 കട്ടാക്കിയിട്ടല്ലേ ചെയ്യുക, നമ്മളിവിടെ 3 കട്ട് ചെയ്യുന്നില്ല. കട്ട് ജസ്റ്റ് സിംഗിളായിട്ട് കൂട്ടി അടിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിത് അപ്പുറത്തെ സൈഡ് കട്ടിയിൽ വരഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നേരെ നടുവിലൂടെ മടക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ചോക്ക് നമ്മൾ കട്ടിയിൽ വരഞ്ഞതുകൊണ്ട് തന്നെ ചോക്കിൻ്റെ പാടുകളെല്ലാം ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലേക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടാമത് അളവെടുക്കാണ്ട് വരക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയില്ല, നേരിട്ട് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പിനെ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ മേലയിലോട്ട് നമുക്ക് കിട്ടിയല്ലോ ഒരു ഔട്ട്ലൈന്, ആ ഒരു ഔട്ട്ലൈനിനെ ഫുള്ളായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ അപ്പുറത്തെ സൈഡിലും കട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ട് നെക്കിൽ നമ്മൾ ക്യാൻവാസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ലൈനിങ്ങും അതുപോലെ ഫാബ്രിക്കും ക്യാൻവാസും അങ്ങനെ രണ്ടും കൊടുക്കുന്നുണ്ട്. നോർമലി ലൈനിങ് വെച്ച് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ നമ്മൾ ലൈനിങ്ങും അതുപോലെ ക്യാൻവാസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞങ്ങൾ വരച്ച മെഷർമെൻറ്റ്സും ഐഡിയയും കാണിച്ചില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ആ ഒരു സെയിം നെക്ക് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് രണ്ടാക്കി മടക്കിയിട്ട് അതിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വരച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് ഓരോ ഇഞ്ച് വെച്ചിട്ട് ഗ്യാപ്പില്ല രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മേലത്തെ സൈഡിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ആ കർവിൽ 1 ഇഞ്ച് ഗ്യാപ്പ് കറക്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഓരോ ഇഞ്ച് നമ്മളിങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ട് ഈ എല്ലാ പോയിൻറ്റ്സും കൂടിയും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിനെ ഒന്ന് എന്ത് ചെയ്തു,
ഷേപ്പ് നമ്മളെ കറക്റ്റ് ഷേപ്പ് എത്രയാണ് നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചില്ലേ, അതുപോലെ കറക്റ്റ് ഷേപ്പ് നമ്മൾ വെട്ടിയെടുത്തു, മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, എല്ലാത്തിൻ്റെ പുറത്ത് വരച്ചതിൻ്റെ പുറത്തേക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ 1 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അത് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലെയും കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം പുറത്ത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഉള്ളിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് നമ്മൾ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം അത് വെക്കാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ ക്യാൻവാസ് ഷീറ്റ് നമ്മൾ മൊത്തത്തിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അഥവാ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ സെൻറ്ററിൽ അവിടെ കുറച്ച് എക്സ്ട്രാ, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആവാത്ത വിധത്തിൽ ഇച്ചിരി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് അവസാനം എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് കളയുവേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് അങ്ങനെ തന്നെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടത് മാർക്ക് ചെയ്തു. മേലെ ഇച്ചിരി വെച്ചതിന് ശേഷം അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു നെക്ക് ഉണ്ടല്ലോ, നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് ഫ്രണ്ട് നെക്കിന് കറക്റ്റ് അതേ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് ആ ഒരു നമ്മൾ എക്സ്ട്രാ വെച്ച് മുറിച്ച് അതും കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ആ ലൈനിങ്ങിൻ്റെ മേലെ ഒന്ന് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ, കാരണം വൈറ്റിൻ്റെ മേലെ വെച്ചാൽ കാണൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫാബ്രിക് ആവശ്യമുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഫാബ്രിക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്രീപ്പ് മെറ്റീരിയലിൻ്റെ ഫാബ്രിക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഏകദേശം പച്ച തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് 2 സൈഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഷൈനിങ് ഉള്ള ഒരു സൈഡ് ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ഒരു ഷൈനിങ് ഉള്ള ഒരു സൈഡിലേ ഇത് കണ്ടോ, ഇപ്പോൾ ആ ഒരു ഷൈനിങ് ഉള്ള സൈഡായിരിക്കണം നമ്മളെ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വരുന്നത്. ഓക്കെ, എന്നാലേ നമുക്കിത് അയൺ ചെയ്താൽ അത് കണക്റ്റായി പിടിക്കത്തുള്ളൂ. അത് നമുക്ക് അയൺ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ആ സ്ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ മെയിൻ ഫാബ്രിക് നമ്മൾ വെട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക് എടുത്തിട്ട് നമ്മൾ വേസ്റ്റേജ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. ഫ്രണ്ട് തന്നെ വെച്ചോളൂ, കാരണം ബാക്ക് സൈഡിനേക്കാൾ ഇച്ചിരി അധികം ഫ്രണ്ടിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തുണീനെ 2ആക്കി മടക്കി ഇട്ടിട്ടാകുമ്പോൾ കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് പാർട്ട് എവിടെയാണോ നമുക്കിത് വെക്കാൻ പറ്റുന്നത് ആ വരുന്ന അളവിൽ നമ്മൾ വെട്ടിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ 2ആക്കി മടക്കിയ ലൈനിങ് വെച്ച് നോക്കുമ്പോൾ ഇതാ നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ആ കളർ ഡിഫറൻസ് കാണാൻ മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മൾ മടക്കിയിട്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ അതേ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ ഫാബ്രിക് ഇല്ലേ, സത്യം പറഞ്ഞാൽ കയ്യിൽ ഒതുങ്ങാത്തൊരു ഒഴുകി നടക്കുന്ന കൈൻഡ് ഓഫ് തുണിയായിരുന്നേ. അപ്പോൾ ഇത് വെട്ടാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് പിന്ന് വെച്ച് എല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനിങ് ആയിട്ടും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തുണി 2 പീസാണല്ലോ വെട്ടുന്നത്, അതിനെ ഒന്ന് നമ്മൾ പിന്ന് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം മേലത്തെ വശം ഉണ്ടല്ലോ, ആ മുകളിലത്തെ വശം ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴെ നമ്മൾ ഇച്ചിരി എക്സ്ട്രാ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ എല്ലാവരുടെയും ഇച്ചിരി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് അന്നേരം വെട്ടിക്കളയാലോ. അഥവാ കുറഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്, ഇച്ചിരി എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ താഴത്തെ വശവും സൈഡും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് റാം ഹോളിൻ്റെ ആ ഒരു പോർഷനില്ലേ, ആ റാം ഹോളും നമ്മൾ അത്യാവശ്യം എക്സ്ട്രാ ഇട്ടിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അവസാനം നമ്മൾ എത്ര എക്സ്ട്രാ വന്നത് എങ്ങനെയാണോ അത് നമ്മളൊന്ന് വെട്ടിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിങ് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സ്ലീവ്സിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ വെട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി മൊത്തത്തിൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ കൂടി ഒരു 3 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു 6 ഇഞ്ച് സ്ലീവാണ് വേണ്ടത്, അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ. അപ്പോൾ മൊത്തത്തിൽ 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാബ്രിക്കിനെ നമ്മൾ 4ആക്കി മടക്കിയിട്ടിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 4ആക്കി മടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതായത് സ്ലീവ് ലെങ്ത്ത് ഒരു 6 ഇഞ്ച് പ്ലസ് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ, കാരണം പഫ് കൊടുക്കുന്നതുകൊണ്ട് നമുക്കിവിടെ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതും കൂടിയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് അതായത് നടുവിലല്ലോ ഒരു പീസ് ഉണ്ടാവുക, 4 മടക്ക് മടക്കി കഴിഞ്ഞാൽ അതിനെ 2 പീസാക്കി എടുത്തിട്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ തുണീൻ്റെ അതായത് മൊത്തത്തിലെടുത്ത നീളമുണ്ടല്ലോ 9 ഇഞ്ച്, അതിൻ്റെ അകത്ത് ഒരു 3 ഇഞ്ച് മേലേന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ആ ഒരു നീളത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. ക്യാമറ ആംഗിൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള ലെങ്ത്ത്, അതായത് സ്ലീവ് ലെങ്ത്ത് പ്ലസ് 3 ഇഞ്ചല്ലേ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു 3 ഇഞ്ചിനെ ഒന്ന് മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചു കൊടുക്കുക, കാരണം നമുക്ക് പഫിന് വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ് ഇത്. ചെറിയ പഫാണ്, അത്യാവശ്യം വലിയ സൈസൊന്നും ഇല്ലാത്തൊരു പഫ്, നോർമൽ പഫാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ആ ഒരു പോയിൻ്റ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇനി നോർമൽ നമ്മുടെ സ്ലീവ്സിൻ്റെ ആ ഒരു കർവ് ഉണ്ടല്ലോ അത് വരക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച്
മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ഇഞ്ച് ആദ്യത്തെ 3 ഇഞ്ച് പഫിന് വേണ്ടിയിട്ടും പിന്നെയില്ല 3 ഇഞ്ച് നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ ആ ഒരു കർവിന് വേണ്ടിയിട്ടുമാണ് കൊടുക്കുന്നത്. സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്, വിത്തൗട്ട് തയ്യൽ തുമ്പുവാണേ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് തയ്യൽ തുമ്പ് ഇല്ലാണ്ട് എത്രയാണോ നിങ്ങൾക്ക് ആം ഹോൾ ഉള്ളതെന്ന് നോക്കുക. അപ്പം നമുക്കിവിടെ ഒരു മൊത്തത്തിലൊരു 9 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചാണ് ഉള്ളത്. ആ ഒരു 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എവിടെ, ലാസ്റ്റ് വരച്ച്, അതായത് 3 ഇഞ്ച് ലാസ്റ്റ് വരച്ച 3 ഇഞ്ച് ഉണ്ടല്ലോ ആ ലൈനിലായിട്ട്, താഴത്തെ ലൈനിൽ. എന്നിട്ട് ആ ഒരു കോർണർ ഉണ്ടല്ലോ മേലയിലെ, ആ ഒരു കോർണർ ഈ ഒരു നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഒരു 8 ഇഞ്ചും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അളന്നു കൊടുത്തു, മീൻസ് കൂട്ടി യോജിപ്പിച്ചു കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറിപ്പോകുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അതിനെ മൊത്തത്തിലായിട്ട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് അളന്നു കൊടുക്കുക. അപ്പോൾ സ്കെയിൽ വെച്ച് അളക്കാം, ചിലപ്പോൾ അവിടെ പോയിൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഇങ്ങനെ ടാപ്പ് മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ടാപ്പ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ടാപ്പിനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ ഇത് നേരെ സെൻറ്റർ എവിടെയാണോ എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ വരച്ച ആ ഒരു ചെരിഞ്ഞ വരയുണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക, മേലത്തെ ആ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സെൻറ്ററിലേക്ക് നമ്മളൊരു കർവ് വരച്ചു കൊടുക്കണം. അപ്പോൾ ആം ഹോൾ കർവ് സ്കെയിൽ ഉണ്ടല്ലോ, അതില്ലാന്നാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ മേലയിലൂട്ട വന്ന സെൻറ്ററിൽ വെക്കുക, പിന്നെ അവിടുന്ന് സെൻറ്ററിൽ നിന്ന് താഴേയിലൂട്ട പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒരു എന്താ പറയണ്ടേ, അത് ആദ്യം അപ്വേർഡായിട്ടൊരു കർവ്, പിന്നെ ഡൗൺവേർഡായിട്ടൊരു കർവ്, അങ്ങനെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിവിടെ സ്ലീവ്സ്, അതായത് പഫ് കൊടുക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ മേലെ ആദ്യം വരച്ച കർവ് ഉണ്ടല്ലോ ആ ഒരു കർവിന് കറക്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു കർവ് പോലെ തന്നെ മേലത്തെ ആ ഒരു പോയിന്റിലേക്ക് വരുന്ന വിധത്തിൽ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഷേപ്പ്, ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വലിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ആ സെൻറ്ററിൽ വരുന്ന രീതിയിലായിട്ട് ആ ഒരു കർവിനെ ഒന്ന് നീട്ടിയിട്ട് മറ്റേ തുണീൻ്റെ അറ്റം വരെ പോകുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ മേലയിൽ, അത് നമുക്ക് ഒരു കർവായിട്ട്, ആ ഒരു കർവില്ലേ ഇപ്പോൾ വരച്ചത്, അതായിരിക്കും നമുക്ക് പഫായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ ലാസ്റ്റ് വരച്ച് ഈ ഒരു പോയിൻ്റ്, അതായത് ഈ നമ്മൾ കയറ്റി വരച്ചില്ലേ ആ ഒരു കയറ്റി വരച്ച വരയും, അതുപോലെ തന്നെ താഴെയില്ല നേരത്തെ ആ ഒരു താഴ്ത്തി വരച്ച വരയുണ്ടല്ലോ, അത് കറക്റ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ്സിൻ്റെ ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് വരച്ചത് മാറിപ്പോയിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. താഴെയുള്ള കർവിലൂടെ തന്നെയാണ് വെട്ടേണ്ടത്, നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെയായിരുന്നു വെട്ടിയത്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത് പോലും. അപ്പോൾ ഇത്രയും ചെയ്ത് നമുക്ക് ആ പിന്ന് ഒന്ന് ജസ്റ്റ് അയച്ച് കളയാം. പിന്നെ നമുക്ക് ഈ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ടാവുമല്ലോ, ആ ഒരു കർവ് ജോയിൻറ്റ് വന്നില്ലേ, ആ ഒരു ജോയിൻറ്റ് വന്ന പോർഷനാണ് നമ്മുടെ പഫ് വരുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്നൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഈ 2 കട്ടിൻ്റെ ഇടയിലായിട്ട് മാത്രമേ നമ്മൾ പഫ് ഇടാവൂ എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കട്ട് കൊടുത്തപ്പോൾ വന്നില്ല, വീണ്ടും രണ്ടാമത് കൊടുത്തിട്ട് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയാൻ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കട്ടിങ് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ക്യാൻവാസ് ഷീറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് ആ ഒരു പേപ്പർ, നമ്മളെ ഫാബ്രിക് ഉണ്ടായിരുന്നല്ലോ പച്ച, ആ ഒരു സെപ്പറേറ്റ് ഒരു ക്രീപ്പ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹീറ്റിട്ട് തന്നെ കൊടുക്കണം, അങ്ങനെയാവുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അവിടെ സ്റ്റിക്കായിട്ട് വരും, നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഹീറ്റ് കുറഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇളകി വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാം, നമ്മളിത് വലിച്ചാൽ അത്യാവശ്യം പവർ പിടിച്ച് വലിച്ചാൽ വരും, അല്ലാന്നുണ്ടെങ്കിൽ വരത്തില്ല. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ഇതിനെ ആ പീസ് ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്തിനെ നമ്മളൊന്ന് വെട്ടിയെടുക്കണം. ഏകദേശം ആ ഷേപ്പായാൽ മതി, ബാക്കി നമുക്ക് അതിലേക്ക് മടക്കി തയ്ച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തിലായിട്ട് ഇതിനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വന്ന തുണിയുണ്ടല്ലോ അത് മൊത്തത്തിലായിട്ട് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, അതിൻ്റെ സെൻറ്റർ ഒന്ന് നടുവിലൂടെ മടക്കിയിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം, നമുക്ക് സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടി ആദ്യം ഫ്രണ്ട് ഭാഗത്തിന് ലൈനിങ് എടുത്ത് വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മളെ ഫാബ്രിക് എടുത്ത് വെക്കുക. ഓക്കെ, ഫാബ്രിക്കിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലായിട്ട് വെക്കണേ. അപ്പോൾ ലൈനിങ്ങിൻ്റെ നമ്മളിങ്ങനെ കട്ടിട്ട് കൊടുക്കുക, സെൻറ്ററിലായിട്ട് നല്ല ഫാബ്രിക്കിൻ്റെ എല്ലാത്തിൻ്റെയും കട്ട് സെൻറ്ററിൽ ഇട്ട് കൊടുക്കണേ. കട്ട് ഒന്നിച്ച് വരുന്ന രീതിയിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശം എടുത്തിട്ട് മേലെ വരുന്ന രീതിയിൽ വെക്കുക, കാരണം നമ്മൾ
ലൈനിങ്ങും ക്യാൻവാസ് ഒന്നിച്ച് കൊടുക്കുന്നുണ്ടാണ്. ആദ്യം ലൈനിങ്, അതിൻ്റെ മുകളിൽ ഫാബ്രിക്കിൻ്റെ നല്ല വശമായിരിക്കണം മുകളിലോട്ട് വരുന്നത്. പിന്നെ ലൈനിങ്ങിൻ്റെ വരച്ച വശം ഉണ്ടല്ലോ അത് അടിവശത്ത് പോകുന്ന രീതിയിലാക്കുന്നതും ആയിരിക്കും ബെറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ആ സെൻറ്റർ കട്ട് രണ്ടും ഒന്നിച്ച് വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ഉണ്ടല്ലോ ആ ഒരു ക്യാൻവാസ് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പിന്ന് വെച്ചിട്ട് മൊത്തത്തിലായിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൊത്തം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ തട്ടാതെ ക്യാൻവാസിൻ്റെ പുറത്തോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്, കുറച്ച് ക്ഷമയോടുകൂടിയും ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്യാൻവാസിൽ തട്ടാതെ ക്യാൻവാസിൻ്റെ പുറത്ത് ഇങ്ങനെ എന്ത് ചെയ്തു, മൊത്തത്തിൽ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറുതായിട്ട് നടക്ക് ക്യാൻവാസ് കയറിയിട്ടുണ്ടായിരുന്നു, അത് വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പരമാവധി നമ്മൾ ക്യാൻവാസിൽ തട്ടാണ്ട് ക്യാൻവാസിൻ്റെ പുറത്തോട്ട് വരുന്ന രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. എന്നിട്ടത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ക്യാൻവാസ് നമുക്ക് ആ ഒരു ഷേപ്പ് മുകളിലത്തെ ആ പോർഷനും കട്ടായിക്കോളൂ, ആ ഫാബ്രിക്സും കട്ടായിക്കോളൂ. എന്നിട്ട് അവിടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് 4 ഇഞ്ച് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലാക്കി വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ബാക്കി വന്ന ആ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ക്യാൻവാസിൻ്റെ കൂടെ വെച്ച ക്ലോത്തും 3 ക്ലോത്തും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 4 ഇഞ്ച് അവിടെ വെച്ചേക്കും, കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് യൂഷ്വലി നമ്മൾ ലൈനിങ് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾക്ക് നെക്ക് ഫിനിഷ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ല വശത്തിൻ്റെ മേലെ ലൈനിങ് വെച്ച് മറിച്ചിട്ടാൽ മതി. ഓക്കെ, നമ്മളിവിടെ ക്യാൻവാസും ലൈനിങ്ങും കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വന്നതെന്ന് മാത്രം. ഇനി എന്ത് ചെയ്യാം, മൊത്തത്തിൽ നമ്മൾ ഈ ജോയിൻസ് ഉണ്ടല്ലോ ആ ജോയിൻസിലൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. കാരണം നമുക്ക് മറച്ചിടുന്ന സമയത്ത് കുറച്ച് കൺവീനിയൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് സിമ്പിളായിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ഈ ഒരു ക്യാൻവാസിനെടുത്ത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പോയിൻറ്റ്സൊക്കെയും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളവിടെ ആ ജോയിൻറ്റ് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പുറകുവശത്തേക്ക് പോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്യാം. നോർമലി ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ തുന്നുവല്ല ചെയ്യുക ആ ഒരു പോർഷൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മെഷീൻ യൂസ് ചെയ്യാണ്ട് കൈ കൊണ്ട് തുന്നിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്കിലിട്ട് ഇതുപോലെ വന്നിട്ടുണ്ടാകും. പിന്നെ ഈ തുണി ഒരുമാതിരി കൈ നിൽക്കാത്ത തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമാതിരി എന്തോ പോലെ ഇരിക്കുന്നത്. നല്ല രീതിയിൽ കയൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അത് സെറ്റാവും. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെയേ നമ്മൾ കൈ വെച്ച് തുന്നാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് സൈഡൊക്കെ ചെയ്യുമ്പോൾ ഈ നെക്ക് ക്യാൻവാസും ഈ ഒരു ഇത് നമ്മൾ തുന്നാത്തത് കൊണ്ട് അവസാനം തുന്നുവാണ് ചെയ്യുന്നത്. അതൊന്ന് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് അവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ആം ഹോളിൻ്റെ അവിടെ നിന്ന് വന്ന ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈന്, നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും എല്ലാം ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ലൈൻ എന്ത് ചെയ്യാം, നമ്മൾ ഒന്ന് മൊത്തത്തിൽ അങ്ങനെ ആ ഒരു ലൈൻ പോലെ തന്നെ നമ്മൾ താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് താഴേക്ക് നമുക്ക് 2 ലൈന് പോകുന്നുണ്ടല്ലോ, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈനും അതുപോലെ ഒന്ന് ചെരിഞ്ഞ് പോകുന്ന ലൈനും. ആ 2 ലൈനും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നിങ്ങളിപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ ചെയ്യാം, അല്ല ആദ്യം ആ കർവ് ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കർവ് ലൈൻ ചെയ്യാം. ഓക്കെ, നമ്മളിത് മൊത്തത്തിൽ സെപ്പറേറ്റ് ആക്കാണ്ടാണ് തയ്ക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു കർവ് ലൈനിന് ആദ്യം കൊടുത്തത് അതങ്ങനെ ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഫസ്റ്റ് ലൈനിങ് വെക്കുന്ന സമയത്ത് ഈ വരച്ച ഭാഗം പുറത്ത്, അതായത് ടേബിളിൻ്റെ മേലെ ടച്ച് ചെയ്യുന്ന രീതിയിലായിട്ട് വെക്കാൻ. അപ്പോൾ നമുക്കിത് വിസിബിളായിട്ട് കാണാം. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നിഴൽ വെച്ചടിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിത് ആ ഒരു കട്ട് ആ ഒരു സെൻറ്ററിൽ നമ്മൾ കൊടുത്തു. അത് 2 സൈഡിലും നമ്മളിങ്ങനെ ആ ഒരു പോർഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു സെൻറ്റർ പോർഷൻ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ, ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കട്ട് നമ്മൾ 3 പീസായിട്ട് കട്ട് ചെയ്ത് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ആ ഒരു പോർഷൻ നമ്മൾ ആ കട്ട് വേറൊന്നും കളയരുത്, ജസ്റ്റ് ആ ഒരു നടുക്കിൽ ആ ഒരു പോർഷൻ ഇപ്പോൾ കണ്ടോ ഇതുപോലെ മാത്രമേ കിട്ടാവൂ. ജസ്റ്റ് ആ ഒരു കോർണർ ചെറിയൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈഡും നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ ഇത് കറക്റ്റ് ആ ലൈനിൻ്റെ പുറത്തോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കിങ്ങനെ 2 പീസ് 2 സൈഡിൽ നിന്നായിട്ട് പോയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ആദ്യത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ ആം ഹോൾ എന്ന് വന്ന് ആ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് നടുക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ചിലേക്ക് കൂടി മടക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ജോയിൻ ചെയ്ത പോയിന്റ് വരെ നമുക്ക് യൂഷ്വലി ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ഇട്ടിട്ട് ആ ജോയിൻ ചെയ്ത ആ ഒരു പോയിന്റ് വരെയും നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ കട്ട് ചെയ്തുകൊണ്ട് 2 പീസ് വന്നിട്ടുണ്ടാവുമല്ലോ, ആ 2 പീസും ഒന്നിച്ച് വെച്ചിട്ട് ബാക്കി താഴേലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു പോയിന്റ് വരെ സ്ട്രെയിറ്റ് കൊടുക്കുക. അതിനുശേഷം ബാക്കി വന്ന 2 പീസും ഒന്നിങ്ങനെ ജോയിൻ ചെയ്ത് പിടിച്ചിട്ട്
അങ്ങേയറ്റം വരെയും അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാവുമ്പോൾ നമുക്ക് അവിടെ സെക്യൂർ ആയിട്ട് കിടന്നോളും. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, 2 സൈഡിലും അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റത്തെ പോർഷൻ സ്ട്രെയിറ്റ് നേരെ ആ സ്റ്റിച്ച് നേരെ നടുവിലോട്ട് മടക്കുക. ബാക്കി താഴെയുള്ള 2 പീസും ഒന്നിച്ച് വെച്ചിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഇച്ചിരി ക്ഷമ കൊടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് നമ്മൾ 2 സൈഡിലും നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാകും കേട്ടോ. ഫൈനൽ ഔട്ട്പുട്ട് ഇതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫാബ്രിക് ശരിയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം അത് കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ. ഇനി നമുക്ക് ബാക്ക് സൈഡ് എടുക്കാം. ബാക്ക് സൈഡിലും അങ്ങനെ തന്നെ നമ്മൾ ലൈനിങ്ങും വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ആം ഹോളും ഇത് ഷേപ്പും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ കുറേ കാണുന്നുണ്ട്, അത് നമ്മൾ അവസാനം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് അതേ മെഷർമെൻറ്റിൽ എടുക്കാം, കുഴപ്പമില്ല. ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു ഷേപ്പ് ആം ഹോളും തന്നെ നമ്മൾ ഇച്ചിരി എക്സ്ട്രാ എടുക്കും, എന്നിട്ട് അവസാനം എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ നമ്മൾ തുണി മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി പിന്നല്ല നമ്മുടെ മുട്ട സൂചി വെച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ വന്ന നെക്ക് വെട്ടിക്കളയുക, ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഓക്കെ, അപ്പോൾ ഇത് ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് ലൈനിങ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ യൂഷ്വലി നെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ ഒരു ഡോരി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ആ ഡോരി എടുത്തിട്ട് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ആ ഒരു പോയിന്റിലായിട്ട് നമ്മൾ ഡോരി വെച്ച് കൊടുത്തിട്ട് ബാക്കി നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട്, അതായത് ഭയങ്കര ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് ഞാനിത് സ്പീഡാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ആ നെക്കിൻ്റെ അതേ ഷേപ്പാണല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്താണ് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് 2 സൈഡിലായിട്ടും ഡോരി വേണ്ട സ്ഥലത്തുന്ന സമയത്ത് അവിടെ ഞങ്ങൾ റെഡിമെയ്ഡ് ഡോരിയാണ് കൊടുത്തത്. ഡോരി എടുത്തു, ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് കൊടുത്തു. എന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള നമ്മളെ ക്ലോത്ത്സ് ഉണ്ടല്ലോ, ആ ഒരു മെയിൻ ഫാബ്രിക് ഉണ്ടാവുമല്ലോ, ആ ഒരു മെയിൻ ഫാബ്രിക് അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിയെടുത്ത് കളഞ്ഞു. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു സെൻറ്ററിനെ നമ്മൾ കൂട്ടിയടിച്ചിട്ടാണല്ലോ ഉണ്ടായത്, അതിനെ ജസ്റ്റ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നത്. കാരണം ഡോരി വെച്ച് കെട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുഞ്ഞി കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മറച്ചിടുന്ന സമയത്ത് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മറച്ചിടാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്തു, താഴെയുള്ള ആ ഒരു ട്രയാങ്കിൾ ഓപ്പണിങ്ങിൽ അതും മുകളിലത്തെ ആ ഒരു നെക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റർ പോർഷൻ നമ്മൾ ഇപ്പോഴാണ് സെപ്പറേറ്റ് ആക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ജോയിൻസ് ഒക്കെ തന്നെ കറക്റ്റ് നല്ല രീതിയിലായിട്ട് നമ്മൾ കട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ലൈനിങ്ങിനെ മോശം വശത്തേക്ക് ആക്കി വെച്ച് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് മൊത്തത്തിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് നെക്കും റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ തുടക്കം കൊടുക്കുക മാത്രമേ കാണിക്കുന്നുള്ളൂ. വീഡിയോ അത്യാവശ്യം ലോങ് ആയി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി എന്ത് ചെയ്തു, നമ്മളത് ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് നെക്ക് ഇവിടെ ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്, ഡോരിയും അവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ഷോൾഡർ അറ്റാച്ച്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് ബാക്ക് രണ്ടിനെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിനകത്തുള്ള നമ്മളൊരു ക്യാൻവാസ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ക്യാൻവാസിനെ എടുത്തിട്ട് ബാക്കിൻ്റെ ആ ഒരു ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ പിറകിലായിട്ട് വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഷോൾഡർ രണ്ടും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, മൊത്തത്തിൽ അതൊന്ന് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ 2 ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്തു. ലൈനിങ്ങും മെയിൻ ഫാബ്രിക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, തുണി കയ്യിൽ ഒതുങ്ങാത്തതുകൊണ്ടാണ്. പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ളതെല്ലാം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബാക്ക് നെക്കിനെ നേരെ സെൻറ്ററിലോട്ട് മടക്കിയിട്ട് നമുക്ക് ആ ഒരു ഓപ്പൺ കൊടുക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ എങ്ങനെയാണ് കൊടുക്കുന്നതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. കാരണം ഈ വീഡിയോ ലെങ്ത്ത് വല്ലാണ്ട് കൂടിപ്പോവും. അതുകൊണ്ടാണ് മിക്കവാറും ഇന്നോ നാളെയോ ആയിട്ട് തന്നെ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ബാക്ക് സൈഡിൽ ടക്ക് ഉണ്ടല്ലോ, ആ ടക്കിന് വേണ്ടിയിട്ട് നേരെ നടുവിലൂടെ മടക്കിയിട്ട് നമ്മൾ ആ ടക്ക് എത്രയാണോ ദൂരെ വേണ്ടതെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളൊരു 3.5 ഇഞ്ചിൽ കൊടുത്തു. അതുപോലെ ലെങ്ത്ത് എന്ന് പറയുന്നതും ഒരു 3.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് 2 സൈഡിലും ഒരു അര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ യൂഷ്വൽ ടക്ക് ഇടുന്നുണ്ടല്ലോ, അതുപോലെ ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ട്രയാങ്കിൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ടക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ സെൻറ്ററിലോട്ട് മടക്കിയിട്ട് അപ്പുറത്തെ സൈഡിലേക്കും ഈ ഒരു ടക്കിൻ്റെ ആ ഒരു ഷേപ്പിനെ വരച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ സ്റ്റക്കിൻ്റെ സെൻറ്ററിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒന്നിച്ച് പിടിച്ചിട്ട് ബാക്കിയുള്ള ആ 2 സൈഡും, അതായത് സെൻറ്ററിൻ്റെ നമ്മൾ ആദ്യം സെൻറ്ററിലാണല്ലോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചിനെ നമ്മളിങ്ങനെ ആദ്യം ഒന്ന് സെൻറ്ററിൽ മൊത്തത്തിൽ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ സ്റ്റിച്ച് പിടിക്കുക.
ഓക്കെ, സ്റ്റിച്ച് ഇങ്ങനെ നടുവിലായിട്ട് വരുന്ന രീതിയിൽ പിടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ബാക്കി 2 സൈഡും നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ലൈനിൻ്റെ മേലേലൂട്ടിയായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും നമ്മളിങ്ങനെ ബാക്ക് സൈഡിൽ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫിനിഷിങ്ങിൽ അവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ബാക്ക് സൈഡ് എന്ത് ചെയ്യുക, രണ്ടും കൂടെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് കറക്റ്റ് ലെങ്ത് എത്രയാണോ ആ ഒരു ലെങ്ത്തിന് കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു എന്താണ് ഹുക്ക് വെക്കേണ്ട ആ പോർഷനില്ലേ ഓപ്പണിൻ്റെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ അധികം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ത് കൂടുന്നുള്ളത് കൊണ്ട് ഇന്നോ നാളെയോ എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ അന്നേരം കാണിച്ചു തരാം. മെല്ലെ ഭയങ്കര ലോങ് ആയിപ്പോവും, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുത്തു. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തു. പിന്നെ നമുക്കിനി സ്ലീവ്സ് ഉണ്ടല്ലോ, സ്ലീവ്സിൻ്റെ അടിവശം എന്ത് ചെയ്തു, 2 ആക്കിയിട്ട് മടക്കിയിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ചെറിയ സ്ലീവ്സ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാണെങ്കിൽ വലുതെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ സ്ലീവ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിവശം ആദ്യം ഒന്ന് മടക്കി രണ്ടാമതൊന്നും കൂടെ മടക്കി അങ്ങനെ മൊത്തത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ്സിന് ലൈനിങ് കൊടുക്കുന്നില്ല, കറക്റ്റ് ആ ഒരു മെയിൻ ഫാബ്രിക് മാത്രം ഉപയോഗിച്ചാണ് സ്ലീവ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഫ് നമ്മൾ നോർമൽ ഫ്രില്ലിടുന്നതിന് പകരം ഞങ്ങളിവിടെ ആ ഒരു കെട്ട് വലിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പോർഷൻ നമ്മൾ കട്ടിട്ട് കൊടുത്തല്ലോ, ഇന്ന പോർഷൻ മുതൽ ഇന്ന പോർഷൻ വരെയാണ് സ്ലീവ്സിനകത്ത് പഫ് വേണ്ടതെന്നുള്ളത്. ആ ഒരു പോർഷൻ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു കട്ട് മുതൽ ഇപ്പുറത്തെ കട്ട് വരെ വരുന്ന രീതിയിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ നൂലുണ്ടാവുമല്ലോ, നൂലിപ്പോൾ 2 നൂലല്ലേ ഉണ്ടാവുക, ആ 2 നൂലിനെ ജസ്റ്റ് എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും വെച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കുക, ഒരു നൂലാക്കി എടുക്കുക. ഓക്കെ, അതായത് 2 സെപ്പറേറ്റ് ആക്കുക, നൂലിനെ പൊട്ടിക്കരുത്. എന്നിട്ട് മെല്ലെ മെല്ലെ അതിങ്ങനെ ഒരു നൂല് മാത്രം ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ ഫ്രിൽസ് ഇടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓൾ ടുഗദർ നമ്മൾ എന്ത് ചെയ്തു, മൊത്തത്തിൽ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട് മുതൽ അപ്പുറത്തെ കട്ട് വരെ കൊടുക്കാവേ. ഇങ്ങനെയാണ് നമ്മൾ 2 സ്ലീവ്സും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ചെറിയൊരു ഹാക്ക് പോലെ ചെയ്തതാണ്, പക്ഷേ സംഭവം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിൽസ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ നമ്മൾ ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ ഈ ഒരു സ്ലീവ്സിൻ്റെ സെൻറ്റർ വരുന്ന രീതിക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് 2 സ്ലീവ്സും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ നോർമലി ചെയ്യുന്ന പോലെ ഈ ഒരു സ്ലീവ്സ് അറ്റാച്ച്മെൻ്റ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ട്. അപ്പോൾ അത് 2 സ്ലീവ്സും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഇലാസ്റ്റിക് വെക്കണം. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈവണ്ണം ഉണ്ടല്ലോ, ഇവിടെയാണോ ഇലാസ്റ്റിക് വരുന്നത്, അതിനേക്കാൾ ഒരു 1-2 ഇഞ്ച് കുറച്ചിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര ഹൈറ്റിലാണ് ഈ ഇലാസ്റ്റിക് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ 1 ഇഞ്ചാണ് കൊടുത്തത്. എന്നിട്ട് അവിടെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഈ ഇലാസ്റ്റിക് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ഇട്ടിട്ട് ഉറപ്പിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 2 സൈഡിലും കറക്റ്റായിട്ട് വരുന്ന രീതി നമ്മളൊന്ന് സെൻറ്ററിലും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിക്ക് വലിച്ച് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എലാസ്റ്റിക്കിൻ്റെ നടുവിലൂടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് മൊത്തം കഴിയുന്നപ്പോഴേക്ക് നല്ല ഫ്രിൽഡായിട്ട് പഫിൻ്റെ താഴെയും ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട് തന്നെ അത് ഇലാസ്റ്റിക് ചുരുങ്ങുമ്പോൾ നല്ല രീതിക്കുള്ളൊരു ഫ്രില്ല് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. നമ്മളിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവ്സും അറ്റാച്ച് ആയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം, മുമ്പിലത്തെ വശം ഉണ്ടല്ലോ അത് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ലീവ്സും ബോഡി പാർട്ടും ജോയിൻ ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്ലൗസ് സിമ്പിളാണ്, കാണാൻ അത്യാവശ്യം ക്യൂട്ടാണ്. ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചേരുന്നൊരു മോഡൽ കൂടിയാണ്. ഇത് പട്ടുപാവാടേൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇനി ബാക്ക് ആ ഒരു ഹുക്കിൻ്റെ പോർഷൻ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വേറെയും കുറേ ബ്ലൗസിൻ്റെ ട്യൂട്ടോറിയൽസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മാത്രമല്ല ബിഗിനർ ഫ്രണ്ട്ലി കുറേ ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.